മനോഹരമായ ഭാഷയിൽ വാസ്തവത്തിൽ ഇന്നത്തെ സന്ദേശം തന്നെ വികാരിച്ചൻ നൽകി. മനോഹരമായ സന്ദേശം. വികാരിച്ചൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ മെറി ക്രിസ്മസ് ആചരിച്ചു, ബൊൻ നത്താലി ആയിരുന്നു. നമുക്ക് നമ്മുടെ ഇടവേക്ക് വീണ്ടും ഇന്ന് ബൊൻ നത്താലിയാണ്, ക്രിസ്മസ് ആണ്. ഇന്നലെ ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചെങ്കിൽ ഇന്ന് മരിയാപുരം ഇടവകയിൽ വെച്ച് രണ്ടാമത്തെ പൗരോഹിത്യ ജനനം ഡേവിഡ് അച്ഛൻ, ഇപ്പോൾ ഡിൻഡോ അച്ഛൻ. പിന്നെ ഇടവകയ്ക്ക് ഏതാനും വൈദികരുണ്ട്, 10-12 പേരുണ്ട്, പലയിടത്തും വന്ന് താമസിച്ചവരടക്കം. ഇവിടെ ഒരു പുരോഹിതൻ്റെ ജനനം, യേശുവിനെ വീണ്ടും അൾത്താരിയിൽ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള പുരോഹിതൻ്റെ ജനനം നടക്കുകയാണ്. അത് ഐസിയ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് 9-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായം 14-ാം വാക്യത്തിലും, അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഒരു എമ്മാനുവേൽ. ഇന്നിൻ്റെ എമ്മാനുവേലിൻ്റെ ജനനം ക്രിസ്തുമസ് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. തിരുപ്പട്ടത്തിൻ്റെ അവസരത്തിലെ ബെനഡിക്റ്റ് പാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് എമ്മനുവേലിൻ്റെ ജനനം? ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഇറ്റ് ഈസ് എൻ ഒക്കേഷൻ ടു ഡ്വെൽവ് ഇൻ ടു ദ മിസ്റ്ററി ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തിൻ്റെ ദാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരമാണ് എമ്മനുവേലിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഫുൾട്ടൻ ഷീൻ പറയുന്നത് ഇപ്രകാരമാണ്: പ്രീസ്റ്റ് ഈസ് വൺ ഹു മേക്സ് ക്രൈസ്റ്റ് വിസിബിൾ. ഇന്ന് ഈശോയെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതൻ ജനിച്ചാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ ജനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഡിൻഡോട് ചോദിക്കുന്നു പറഞ്ഞ് ഡിൻഡോ പേടിച്ചിട്ടിരിക്കുക. ഡീക്കന്മാരും പേടിച്ചിരിക്കുന്നു. ഇപ്പോൾ പട്ടത്തിന് വരുമ്പോൾ അവർക്കൊക്കെ പേടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഡിൻഡോട് ചോദിച്ച, ഡിൻഡോ നീ എന്തുകൊണ്ടാണ് അച്ഛനാവാൻ തീരുമാനിച്ചേ? ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ദൈവം എമ്മനുവേലായി? ദൈവം നമ്മോട് കൂടെ വസിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നാണ് ഡിൻഡോയ്ക്ക് എന്തുകൊണ്ട് ഞാൻ അച്ഛനായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി? വികാരിയച്ഛൻ തൻ്റെ ആമുഖത്തിൽ ആരംഭത്തിൽ ഇന്നലെ ധ്യാനിച്ച വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം വാക്യമാണ് ധ്യാനിച്ചതെന്നാണ് വികാരിയച്ഛൻ പറഞ്ഞത് ക്രിസ്മസ് പ്രസംഗത്തിൽ. തന്നെ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ അവതീർണനായത്? ദൈവത്തിൻ്റെ സ്നേഹം. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടേണ്ടതിന്. അതുകൊണ്ട് ക്രിസ്തു ഭൂമിയിൽ അവതീർണനായത് ദൈവം ഭൂമിയിൽ മനുഷ്യനോട് കൂടെ വസിക്കാനാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇവിടെ രക്ഷ കിട്ടണമെങ്കിൽ, ധാരാളം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, സന്തോഷവും സമാധാനവും ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നാം യേശുവിൽ വസിക്കണം, യേശു നമ്മിൽ വസിക്കണം. ദൈവം നമ്മോടുകൂടെ വസിച്ചതാണ് ക്രിസ്മസ്. ആ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, രക്ഷ മനുഷ്യവർഗത്തിന് തുടരാൻ വേണ്ടിയാണ് എമ്മാനുവേൽ ജനിച്ചത്, പാപം ചെയ്ത മനുഷ്യന്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: അവൻ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും, അവർക്ക് രക്ഷ കൈവരും. എന്തുകൊണ്ടാണ് ഡിൻഡു അച്ഛനാവും തീരുമാനിച്ചേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ 10 ഡീക്കന്മാരാണ് നമുക്കുള്ളത്. അതിൽ 10 ഡീക്കന്മാരുടെയും മാതാപിതാക്കൾ അന്ന് വന്നിരുന്നു. മാതാപിതാക്കളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മക്കളെക്കുറിച്ച് പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്?
അങ്ങനെ ഡിൻഡോയുടെ അമ്മ ആഗ്നസ് രഹസ്യം പറഞ്ഞു. ഡീക്കന്മാരുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ആ രഹസ്യം അറിയാം. അത് മര്യാപുരംകാരും അറിയുന്നത് നല്ലതാ. എന്തുകൊണ്ടാണ് ഒരാളെ ദൈവവിളി, ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ദൈവവിളി എന്തുകൊണ്ടാണ് ലഭിച്ചതെന്ന് ഇന്നത്തെ വായനകളെല്ലാം തന്നെ മിക്കവാറും എല്ലാം ദൈവവിളിയെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ പഴയ നിയമത്തില് മോശയുടെ ദൈവവിളിയെ കുറിച്ചാണ് പറഞ്ഞത്. മോശയോട് പറഞ്ഞു, നീ ഈ ജനത്തെ വിക്കനാണെന്ന് പറഞ്ഞിരിക്കണ്ട, ഈ ജനത്തെ നയിക്കാൻ ഞാൻ നിന്നെ വിളിച്ചു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, നിന്റെ അമ്മയുടെ ആഗ്നസേ, ഈ മോൻ ഉദരത്തിലാകുന്നതിന് മുമ്പേ ജെറമിയ പ്രവാചകൻ പറഞ്ഞു നിന്നെ അറിഞ്ഞു വിളിച്ചു വിശദീകരിച്ച് ഈ മകനെ തെരഞ്ഞെടുത്തു. പൗലോസ്ലീഹ സാവൂള് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കാൻ പോയ ആൾ ഗലാത്യർക്കെഴുതിയ ലേഖനം 1:14 പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ വിജാതിയരുടെ അപ്പസ്തലനാകാൻ ദൈവം എന്നെ വിളിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 15:16 പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഡിൻഡോട് ചോദിച്ചു, ഡിൻഡോ എങ്ങനെ ദൈവവിളി കിട്ടിയേ? അപ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രഹസ്യം പറഞ്ഞോട്ടെ, പിന്നെ അച്ഛന്മാരെ കാണുമ്പോൾ ഉടുപ്പൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വന്ന് അമ്മ അപ്പനും നോക്കിയപ്പോൾ അവിടെ എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു. രഹസ്യം പരസ്യമായിട്ട് പറയാതിരിക്കുക കേട്ടോ, ഞാനേ പറയുന്നുള്ളൂ. അതിൽ എഴുതി വച്ചിരിക്കുക, കൂടി 2 സന്താനമേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും. അവന് എഴുതി വെച്ചിരിക്കുക 4-ാം ക്ലാസ്സിൽ, എനിക്ക് അച്ഛനാവണം. നന്നായില്ലേ? കുർബാനയ്ക്ക് കൂടിയിരുന്നു, ഇതൊക്കെ കഴിഞ്ഞ് മോനാഗ്രഹമുണ്ട്, അമ്മയ്ക്ക് മുഴുവൻ അങ്ങോട്ട് ഇത് ശരിയാവും തോന്നുന്നു. സംശയമാണ് അമ്മയ്ക്ക്, ഇല്ലേ? സംശയമായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇവൻ അച്ഛനാവണമെന്ന് പറഞ്ഞു, ക്യാമ്പിന് പോയി. ഉറപ്പില്ല, ഈ അച്ഛനാവും പോയിട്ട് തിരിച്ചു വരണമെന്ന്. ശരി, അങ്ങനെ ചിന്ത അപ്പനില്ലാതിരുന്നില്ല. എന്നാലും അപ്പൻ സപ്പോർട്ടാണ്. പക്ഷെ അമ്മ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പറ്റില്ല, +2 കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അങ്ങനെ +2 കഴിഞ്ഞു. അമ്മ വിടണില്ല, അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ മോൻ അച്ഛനാവണമെന്നാണെങ്കിൽ അതീവ ആഗ്രഹം. പിന്നെ പരീക്ഷണങ്ങളായി. അവസാനം മോൻ നിർബന്ധമായി. അപ്പോൾ അപ്പനും കൂടി നോക്കി, അന്നാ പോണെങ്കിൽ പോട്ടെ. ഡേവിസും ആഗ്നസും ഡിൻഡോ അല്ല ഡിൻഡോയുടെ ദൈവവിളിയുടെ കാരണം. ഇവരൊന്നുമല്ല, ഇവരൊക്കെ ഉപകരണങ്ങളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അപ്പോൾ ഈ ഡിൻഡോ അച്ഛനാകാൻ പോകുന്നതിൻ്റെ ഉത്തരവാദി ആരാ? ദൈവത്തിൻ്റെ. ജെറമിയ 29:11 എന്താ പറഞ്ഞേ? എനിക്ക് നിന്നെക്കുറിച്ച്, കൊച്ചു ത്രേസ്യയുടെ അപ്പനും അമ്മയും, അപ്പൻ അച്ഛനാവാൻ ആഗ്രഹിച്ചു, അമ്മ കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? നല്ല അപ്പനാകാൻ, നല്ല അമ്മയാകാൻ, മക്കള് കന്യാസ്ത്രീകളാകാൻ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അപ്പോൾ എന്തിനു വേണ്ടിയാണ് യേശു ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഭൂമിയിൽ അവതീർണനായത്? അത് തന്നെയാണ് ഡിൻഡോയും എമ്മനുവേലായി ഇന്ന് പ്രവർത്തിക്കുന്നത്. മത്തായി സുവിശേഷം 1:22 പറയുന്നത് എന്താ? അവൻ പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ നയിക്കും. ഐസയ്യാ പ്രവാചകൻ 61-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ എന്താ? ഉടനെ തന്നെ കൈവപ്പ് വഴി ഡിൻഡോയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അത് തന്നെയാണ് യേശു പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിന് ഡിൻഡോ അച്ഛനാവണ്? ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, ജനത്തെ നല്ലിടയനെ പോലെ നയിക്കാൻ കർത്താവിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശു എമ്മാനുവേൽ ഭൂമിയിൽ അവതീർണനായത് എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഡിൻഡോയോട് ഇന്ന് കാലത്ത് ഞങ്ങളിരുന്ന് ഈ ഉടനെ തന്നെ ചെല്ലാൻ പോകുന്ന കാറോസൂസ പ്രാർത്ഥന നന്നായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞു. അതെല്ലാ ഡീക്കന്മാരോടും പറയാനാ പോണേ കേട്ടോ. ആ കാറോസൂസ പ്രാർത്ഥനയിൽ ഇവിടെ ഇരിക്കുന്ന മരിയാപുരം ഇടവകക്കാർ
എങ്ങനെയുള്ള അച്ഛന്മാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്വാഗത ഗാനത്തിലും അതുപോലെ തന്നെ ഇനിയുള്ള കാറോസൂസയിലും ഇങ്ങനെയുള്ള അച്ഛനെയാണ് ജനം ആഗ്രഹിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പരിശുദ്ധാൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കിട്ടിയത്, മറിയത്തിന് കിട്ടിയത്, ഇതുപോലെ തന്നെയാണ് ഡിൻഡോയ്ക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഡിൻഡോ മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്, പുരോഹിതനായി, പ്രവാചകനായി, ഇടയനായി മാറുന്നത് എങ്ങനെയാണ്? മറിയത്തിന് യേശുവിനെ കിട്ടിയത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ്. ദൈവവചനം ശ്രവിച്ചപ്പോൾ ലൂക്കായുടെ സുവിശേഷം 2:19-51 വായിക്കുന്ന പോലെ ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ചപ്പോൾ ഡിൻഡോ എത്ര കൊല്ലാണ് ദൈവവചനം ദൈവവിളി ഗാഢമായി ധ്യാനിച്ച്? 12, 13, 11 കൊല്ലം ഗാഢമായി ധ്യാനിച്ചില്ലേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ലേ? അതുകൊണ്ടും മറ്റൊരു ക്രിസ്തു ആവില്ല, ക്രിസ്തുവിനെ കിട്ടില്ല. മറിയ സംശയങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഗാഢമായി ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്താ ചെയ്തേ? ലൂക്ക 1:45 ആ വചനത്തിൽ വിശ്വസിച്ചു. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് നീ വിശ്വസിച്ചില്ലേ? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. ഇതെന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടായി. വിശ്വാസം കഴിഞ്ഞപ്പോൾ പിന്നെന്താ? ലൂക്ക 1:38 എന്താ ഉണ്ടായ? ഇതാ കർത്താവിൻ്റെ ദാസൻ. ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, എറണാകുളത്ത് പോയാൽ നന്നായിട്ട് അറിയാം, അച്ഛന്മാരോട് ചോദിച്ചാൽ മതി. ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാ? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാ? അനുസരിക്കാന്നുള്ളത്. മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ ലൂക്ക 1:38 കർത്താവിന് കിട്ടുമോ? ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ. അപ്പോഴും കിട്ടിയില്ല മറിയത്തിന് കിട്ടിയത് എപ്പോഴാ? യൗസേപ്പ് പിതാവ് നീതിമാനാ, കല്ലെറിഞ്ഞ് കൊല്ലലാണ് യഹൂദയുടെ നിയമം. നീതിമാനാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാ, വേണ്ട, നീതി കരുണ എന്നുള്ള നിർവചനം കൊടുത്തിട്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും യൗസേപ്പ് നീതിമാനായില്ല. പിന്നെന്താ? അവളെ നീ സ്വീകരിക്കണം, ആ കുടുംബത്തെ രക്ഷിക്കണം, ഡൈവോഴ്സ് ചെയ്യരുത്, മറിയം അബോർട്ട് ചെയ്യരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ വന്നപ്പോൾ എന്താണ് മാലാഖ യൗസേപ്പിനോട് പറഞ്ഞ്? ലൂക്കയുടെ 1:35 യേശുവിനെ കിട്ടാൻ വേണ്ടി എന്താ പറഞ്ഞത്? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ ഈശോയെ കിട്ടണമെങ്കിൽ, ഡിൻഡോ മറ്റൊരു ക്രിസ്തു ആകണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. അതാണ് ഇപ്പോൾ ഈ തിരുക്കർമ്മത്തിൽ നടക്കുന്നത്. മെത്രാന്മാരുടെ ആദിമസഭ പോലെ മെത്രാന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് ഡിൻഡോയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ, അതാണ് 2 കൈവപ്പ് പ്രാർത്ഥന ഉടനെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് പറഞ്ഞു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കും, അപ്പോൾ നിന്നിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ ദൈവപുത്രൻ എന്ന്, അത്യുന്നതിൻ്റെ ശക്തി അവൻ്റെ മേൽ ആവസിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണ് നമുക്ക് ഡിൻഡോയ്ക്ക് ഇന്ന് മറ്റൊരു ക്രിസ്തുവായി, എമ്മനുവേലായി തീരാൻ സാധിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യോഹന്നാൻ 1:14 ഈ ദൈവത്തിൻ്റെ വചനം കൈവപ്പ് പ്രാർത്ഥനയിലൂടെ വചനം മാംസം ധരിച്ച് മറ്റൊരു ക്രിസ്തുവായി ഡിൻഡോ എമ്മനുവേലായി ജനിക്കും. അങ്ങനെയാണെങ്കിൽ ഡിൻഡോ എന്താ ചെയ്യണ്ടേ ഈ ദൈവിക പദ്ധതിയിൽ? അപ്പോൾ ഡിൻഡോനെ എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ദൈവവിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഉണ്ടായത്? ജനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന് അവരുടെ മേൽ എന്തു തോന്നി? അനുകമ്പ തോന്നി. ഇന്ന് യേശുവിനെ, ഈ ജനത്തെ, ദൈവവിശ്വാസമില്ലാത്ത, ക്രിസ്ത്യാനിനെ അറിയാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു കഴിഞ്ഞ വർഷം മിഷൻ ഞായറിൻ്റെ സന്ദേശമായിട്ട് സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി പറയുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്
കർത്താവിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു പോയവര് അവർ തിരികെ കൊണ്ടുവരാൻ ഇന്നത്തെ കാരോസൂസ പ്രാർത്ഥന നന്നായി ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. യേശുവിനെ അറിയാത്തവരെ കൊണ്ടുവരാൻ. അങ്ങനെ യേശു എന്തു ചെയ്തുവോ അത് ചെയ്യാൻ വേണ്ടിയാണ് എമ്മാനുവേൽ ഡിൻഡോ മറ്റൊരു ക്രിസ്തുവായി ഇന്ന് ജനിക്കുന്നത്. അത് കർത്താവിൻ്റെ അലിവിൻ്റെ, അനുകമ്പയുടെ ഫലമാണ്. ക്രിസ്തു എന്തൊക്കെ ചെയ്തേ അതൊക്കെ ചെയ്യണം. ഡിൻഡോ തയ്യാറല്ലേ? ക്രിസ്തു എന്തൊക്കെ ചെയ്തേ? മാർക്കോസിന് സുവിശേഷം 1:15 സമയം സമാഗതമായി എല്ലാവരെയും അനുതാപത്തിലേക്ക്, കർത്താവിൽ നിന്ന് അകന്നു പോയവരെ എല്ലാവരെയും അനുതാപത്തിലേക്ക് ക്ഷണിച്ചു. അത് കഴിഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചു. വചനം പ്രഘോഷിക്കാനാ ക്രിസ്തു ചെയ്തത്, വചനം പ്രഘോഷിക്കാനാ. സ്നാപയോഹന്നാൻ യേശുവിനെ യോഹന്നാൻ 1:29 പറഞ്ഞ എന്താ? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി. അതുപോലെ തന്നെ പാപ പരിഹാര ബലി അർപ്പിക്കാനാ, വിശുദ്ധീകരിക്കാനാ. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം പഠിപ്പിക്കാനാ. ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിച്ചു ഞാൻ ഇവിടെ വരണേന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ചൊല്ലിയത്. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ ഡിൻഡോയോട് പറഞ്ഞു. അത് എല്ലാ അച്ഛന്മാർക്കും എത്രമാർക്കും ക്രിസ്തവർക്കും. 1, നീ വിശ്വസിക്കണം. 2, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് അതുപോലെ പഠിപ്പിക്കണം. ഡിൻഡോയുടെ തിയോളജി ഒന്നും ഇനിയില്ല, ഡിൻഡോയുടെ ആരാധനാക്രമവും ഇല്ല, സഭയുടെ ആരാധനാക്രമമുള്ളൂ. അത് അതുപോലെ ചെയ്യണം. 3 എന്താണ് പറഞ്ഞത്? വിശ്വസിക്കണം, പഠിപ്പിക്കണം. 3-ാമത്തെ ഒരു കാര്യം പറഞ്ഞത് അതാണ് ബൈബിൾ തൊട്ട് ഇന്ന് പ്രതിജ്ഞ എടുത്തത്. മാർപ്പാപ്പയെ, മേജർ ആർച്ച് ബിഷപ്പിനെ, രൂപതാധ്യക്ഷനെ അനുസരിക്കണം. അങ്ങനെ വരുമ്പോൾ ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ അതുപോലെ ചെയ്യലാണ് ഡിൻഡോയുടെ ഉത്തരവാദിത്വം. ഇന്നു മുതൽ യേശുവിനെ കാണിച്ചു കൊടുക്കലാണ് നിന്റെ ഉത്തരവാദിത്വം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ചതിന് ശേഷം 22-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഡിൻഡോട് ചോദിച്ചു, മെത്രാൻ എവിടേക്ക് അയച്ചാലും പോകാൻ തയ്യാറല്ലേ? ഇനി വിശാഖപട്ടണത്തേക്ക് വിട്ടാലോ? അത് വേണ്ടതാ. എവിടേക്ക് അയച്ചാലും അവിടേക്ക് പോകണം. പിതാവ് എന്നെ അയച്ചതുപോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കാര്യം നിനക്ക് ബോധ്യമുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, ഡിൻഡോ, നിനക്ക് യേശു പറഞ്ഞു, പുത്രന് സ്വയമേവ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കേൾക്കുന്നവൻ എൻ്റെ പിതാവിനെ കേൾക്കുന്നു. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം യേശു ചെയ്തതുപോലെ ചെയ്യല്. അതുകൊണ്ട് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നീ ദൈവത്തിൽ വസിക്കണം, ഈശോയിൽ വസിക്കണം, ഈശോ നിന്നിൽ വസിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 84-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ബലിപീഠത്തിനരികിൽ, ബലിപീഠ കേന്ദ്രീകൃത ജീവിതമാണ് ഒരു പുരോഹിതൻ്റേത്. ക്രിസ്തു ചെയ്തതുപോലെ എല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വേണം കേട്ടോ. ക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എന്താ? ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇപ്പോൾ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം, പിതാവേ, എറണാകുളത്ത് പോയപ്പോൾ പ്രത്യേകിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണേ. അതൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷെ ഉടനെ അടുത്ത പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ആ വാക്കുകൂടി ഇല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്താണ് ഡിൻഡോ ചെയ്യാൻ പോകുന്നത്? കർത്താവിൻ്റെ കുരിശിൻ്റെ ആ രൂപത്തിൽ നന്നായിട്ട് നോക്കുക. കുരിശിൻ്റെ കീഴിൽ നിന്ന അമ്മയെ പോലെ നിൽക്കാം, കീഴിൽ നിന്ന യോഹന്നാനെ പോലെ നിൽക്കാം. പക്ഷെ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ആ കുരിശിൻ്റെ മറുപുറത്ത് പറ്റിയ ആളാണ്, കണ്ടാൽ കൊള്ളാം, നന്നായിട്ട് നൃത്തം, ഈ ഇടവയിലുള്ള എല്ലാവരേക്കാളും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് ഡിൻഡോ എന്ന് എനിക്കറിയാം. ഇത്രയും സുന്ദരനും മിടുക്കനായിട്ടുള്ള ഡിൻഡോനെ ചെയ്യാൻ പോണത് എന്താണെന്നറിയാമോ? ഇപ്പോൾ
കർത്താവിൻ്റെ കുരിശിൻ്റെ മറുവശത്ത് അടിക്കാൻ പോവുക. ഇതാണ് പൗരോഹിത്യം. യേശുവിനോട് കൂടി കുരിശിൽ മരിക്കലാണ് പൗരോഹിത്യം. കുരിശിൽ തൂങ്ങിക്കിടക്കലാണ് പൗരോഹിത്യം. അങ്ങനെയാണെങ്കിൽ എളുപ്പമുള്ള പണിയല്ല. മാതാപിതാക്കളെ, മര്യാദ ഇടവക്കാരെ, ഈ പ്രക്രിയ അത്ര എളുപ്പമുള്ള പെങ്ങളെ, ആങ്ങളയുടെ കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പഴയ നിയമത്തില്, നിയമാവർത്തന പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തില് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്യുന്നൊരു കാര്യം വിവരിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്, ജയിക്കുന്നു, തോൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന അഹ്റോൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. അതെന്തായിരുന്നു അറിയാമോ? കല്ലുകളൊക്കെ ഉയർത്തി മോശയുടെ കൈ സ്ഥിരമായിട്ട് ഉയർത്തി പിടിച്ചു. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ. അന്നത്തെ പകല് നീണ്ടുപോയി. ബൈബിള് പറയുന്നുണ്ട്. ഡേവിസെ, ആഗ്നസെ, ഡിനി, മക്കളെ, മര്യാദ അടവക്കാരെ, അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, ഡിൻഡോ നല്ല യുദ്ധം ചെയ്യാൻ പോവുക. കുരിശെടുക്കാൻ പോവുക. ഭയപ്പെടേണ്ട, കുരിശ് അവസാനിക്കില്ല, ഉയർപ്പുണ്ട്. അതിന് വിജയിക്കണമെങ്കിൽ, ഡിൻഡോ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? മര്യാദ അടവക്കാരെ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്തുമാത്രം ശക്തിയോടെ പ്രാർത്ഥിക്കുന്നുവോ അതിൻ്റെ തോതനുസരിച്ച് ഡിൻഡോ വിജയിക്കും. വല്ലച്ചിറ നാട്ടുകാരെ, തറവാട്ടുകാരെ, മര്യാദ ഇടവക്കാരെ, നിങ്ങൾ ഇന്ന് മനോഹരമായി ഈ വേഷം നല്ലൊരു വണ്ണത്താലിയായിട്ട് മാതൃസംഘം, പിന്നെ ലീജിയൻ ഓഫ് മേരി, എല്ലാ കുട്ടികളൊക്കെ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ നന്നായിട്ട് തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിച്ചാൽ ഡിൻഡോയിലൂടെ ക്രിസ്തു കാണപ്പെടും. ഡിൻഡോയിലൂടെ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, പഠിപ്പിക്കുന്ന ഫലങ്ങൾ, വിശുദ്ധീകരിക്കുന്ന പാപം. ഇനി ഡിൻഡോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവദിച്ചാൽ പാപം മോചിക്കപ്പെടും. ഡിൻഡോ അപ്പമെടുത്ത് ഇത് എൻ്റെ ശരീരമാകുന്നത്, എൻ്റെ രക്തമാകുമെന്ന് പറഞ്ഞാൽ യേശു അനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കുടുംബമാക്കാൻ വധൂവരന്മാരെ എടുത്ത് അവരോട് നീ ഇവനെ ഭർത്താവായി, ഭാര്യയായി സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ കൂദാശയിലൂടെ അവർ ഒന്നായി കുടുംബമായി മാറും. രോഗി ലാപനത്തിലൂടെ സൗഖ്യം കിട്ടും, സ്വർഗത്തിന് അർഹരാകും. കൈവപ്പ് പ്രാർത്ഥനയിൽ 2 കൈവപ്പ് പ്രാർത്ഥനയാണ്. ആദ്യത്തിലെ മെത്രാൻ്റെ അധികാരത്തോടെ ഇവനെ പരിശുദ്ധാത്മാവ് പുരോഹിതനാകുമെന്ന് പറഞ്ഞ്, രണ്ടാമത്തിൽ ആദ്യ ഭാഗം പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പുരോഹിതനാക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പൗരോഹിത്യത്തിൻ്റെ വരങ്ങളും ദാനങ്ങളും കൈവപ്പ് ശുശ്രൂഷയിലൂടെ നൽകുന്ന പ്രാർത്ഥന നന്നായി ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പര്യാപരം ഇടവകയിൽ ഓരോരുത്തരുടെയും, ബന്ധുമിത്രാദികളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സമൃദ്ധമായിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. കൈകൂപ്പി പിടിച്ചേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ഡിൻഡോയെ മറ്റൊരു ക്രിസ്തുവായി, അപ്പത്തെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി മാറ്റുന്നത് പോലെ സാധാരണ പച്ച മനുഷ്യനായ ഡിൻഡോയെ ക്രിസ്തുവിൻ്റെ പുരോഹിതമെന്ന വലിയ ദാനം നൽകി മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഡിൻഡോ തന്നെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ സമർപ്പണം, ഇടവകയുടെ സമർപ്പണം, യേശു ഇതാ ഡിൻഡോയെ സ്വീകരിക്കുകയാണ്. തൻ്റെ ആത്മാവിനെ വർഷിച്ച് താൻ ചെയ്തതെല്ലാം ചെയ്യാനുള്ള മറ്റൊരു ക്രിസ്തുവായി ഡിൻഡോയെ രൂപാന്തരപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, കുർബാനയിൽ യേശു അപ്പവും വീഞ്ഞും സ്വീകരിച്ച് തൻ്റെ ശരീരരക്തങ്ങളാക്കി തിരിച്ചു തരുന്നത് പോലെ ഡിൻഡോയെ രൂപാന്തരപ്പെടുത്തി നല്ലൊരച്ഛനായി, ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പുരോഹിതനായി ഞങ്ങൾക്ക് മാറ്റിത്തരയണമേ. ഡിൻഡോയുടെ മേൽ കൃപയുണ്ടാകണമേ. യേശു ചെയ്തതുപോലെ ചെയ്യാനുള്ള കൃപ ഡിൻഡോയ്ക്ക് നൽകണമേ. ഒരു നിമിഷ സമയം നിശബ്ദതയിൽ ഡിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നിയോഗങ്ങൾ സമർപ്പിക്കുക. തുടർന്ന് സമൂഹ പ്രാർത്ഥനയിലൂടെ ഡിൻഡോയ്ക്ക് വേണ്ടി സജീവമായി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.